നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണയുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഈ സീസണിലെ നീക്കങ്ങൾ മൊത്തം ഒന്ന് നമ്മളെടുത്ത് നോക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോഡ്രിയെ അവർ സ്വന്തമാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യം. നമ്മൾ ആദ്യം ബാഴ്സലോണയിൽ നിന്നുള്ള ഡിപ്പാച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ക്ലബ്ബ് വിട്ട് വരും, നേരത്തെ ലോണിൽ പോയിട്ട് ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് പോയവരും, അതുപോലെ നേരത്തെ പോയിട്ട് പിന്നെ സെലോൺ ക്ലോസ് ഒക്കെ ആക്റ്റീവ് ആയവരും എല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ കണക്കുകൾ പറയുന്നത്. ഡിപ്പാച്ചേഴ്സിലൂടെ ക്ലബിൽ നിന്ന് പുറത്തേക്ക് പോയി വിൽപ്പനയിലൂടെ ക്ലബിന് ലഭിച്ചത് 78.8 മില്യൺ യൂറോയാണ്. അതിൽ ഏറ്റവും ഉയർന്ന സെയിൽ നടന്നത് ഫെറാൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഫെറാനെ 50 മില്യൺ യൂറോക്കാണ് PSG കൈമാറിയത്. ബാഴ്സലോണയുടെ ചരിത്രത്തിൽ തന്നെ നടന്ന സെയിലുകളിൽ ഏറ്റവും വലിയ ടോപ്പ് 5 സെയിലുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അൻസു ഫാത്തി നേരത്തെ ബാഴ്സ വിട്ടിരുന്നു, ഇപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. 11 മില്യൺ യൂറോക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ടോമി ഇപ്പോൾ കൈമാറ്റം ചെയ്യുന്നു 10 മില്യൺ യൂറോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സെലോൺ ക്ലോസ് വെക്കുന്നു. ഭാവിയിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റ് സെയിലുകളിലൂടെ ബാഴ്സയ്ക്ക് പണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ യാൻ വേജിലിയുടെ കാര്യത്തിൽ 4.8 മില്യൺ യൂറോ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ബാഴ്സലോണ ബി ടീമിലുണ്ടായിരുന്ന ആളാണ്. ഇനാക്കി പെനയുടെ പോക്കിലൂടെ 3 മില്യൺ യൂറോ ലഭിച്ചിരിക്കുന്നു. മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ ലോണ് പോയി. അറൗഹോ ലോണിലാണ് ഇപ്പോൾ പോയിരിക്കുന്നത്, പക്ഷേ അത് പെർമനൻ്റ് ഡീലാവാം അടുത്ത സീസണോടുകൂടി. റോബർട്ട് ലെവൻഡോസ്കി പോയി. ലെവൻഡോസ്കിയുടെ പോക്ക് ഫ്രീ ഏജൻ്റായിട്ടാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഡിപ്പാർച്ചർ. അതിലൂടെ 78.8 മില്യൺ യൂറോയാണ് ബാഴ്സ ഉണ്ടാക്കിയത്. ഇനി ഫെറാൻ്റെ കാര്യത്തിൽ ഇനിയും തുക അമോർട്ടൈസ് ചെയ്യാം എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നാലെ നോക്കാം. ഇനി ഇങ്ങോട്ടേക്ക് വന്നത്, ബാഴ്സലോണയിലേക്ക് വന്ന താരങ്ങൾ, റോഡ്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ 65 മില്യൺ യൂറോയാണ് ഏതാണ്ട് കണക്കാക്കപ്പെടുന്നത്. ആൻ്റണി ഗോർഡൻ 70 മില്യൺ യൂറോ. അഡയേമിയെ കൊണ്ടുവന്ന 22 മില്യൺ യൂറോക്ക്. ബിസുവിനെ കൊണ്ടുവന്നിരിക്കുന്ന 8.5 മില്യൺ യൂറോക്കാണ്. കൻസേലോ വീണ്ടും ബാഴ്സലോണയിലേക്ക് എത്തുന്നു, ഫ്രീ ഏജൻ്റായിട്ടാണ്. അപ്പോൾ 165.5 മില്യൺ യൂറോ ഓൾറെഡി ബാഴ്സലോണ പുതിയ താരങ്ങളെ എത്തിക്കാൻ വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഇനിയും ബാഴ്സയ്ക്കൊരു വമ്പൻ സൈനിങ് നടത്തേണ്ടതുണ്ട്. അത് മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ റോളിലേക്കാണ്. കാരണം റോബർട്ട് ലെവൻഡോസ്കി പോയി, അതുപോലെ ഫെറാൻ ടോറസ് പോയി. അത് ഹുലനാണെങ്കിൽ 100 മില്യൺ യൂറോയുടെ മുകളിൽ കൊടുക്കേണ്ടി വരും. അതല്ല ഇനി മറ്റെന്തെങ്കിലും ഓപ്ഷൻ എടുക്കുമോ, ഗ്യൂക്കറസിൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നു, അത് കണ്ടറിയണം. ഏതായാലും ഇതാണിപ്പോൾ സോഫാർ ബാഴ്സലോണ ട്രാൻസ്ഫർ മാർക്കറ്റ് സോഫാർ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും മോശമല്ലാത്തൊരു ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പല കാര്യങ്ങളും മിസ്സിംഗ് ആണ് എന്ന് തന്നെ ഇന്നലത്തെ ബേസിലിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിന് ശേഷം കോച്ച് ഹാൻസി ഫ്ലിക്ക് പറയുകയുണ്ടായി. അത് ഈ ആഴ്ചയിൽ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഇനിയും പോക്കുവരവുകൾ നടക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.